സെറ്റപ്പ് കണ്ടില്ലേ? ഇത്രയും ഇപ്പം പല വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് ടൂർ വരുന്നു. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ വിൻറ്റേജ്, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള മൃഗങ്ങളെയും വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടെ വരണം കേട്ടോ. യു കെയിലെ വണ്ടി. യു കെ 1946 അമേരിക്കയിലിരിക്കുന്ന ട്രംപണ്ണനെ കണ്ടാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ സാധനം. വിഷടാ നീ വന്നേ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മൈസൂരിലെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട് ഓൾഡ് കാറിൻ്റെ ഒരു മ്യൂസിയം, വിൻറ്റേജ് മ്യൂസിയം, ഓൾഡ് കാറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. റോഡ് അതുകൊണ്ടോ കാറിൻ്റെ ടയറിൻ്റെ രൂപത്തിൽ അവിടെ മ്യൂസിയം ചെയ്ത് വെച്ചിരിക്കും. നമ്മളിപ്പോൾ ഏറ്റവും മാർക്കലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ ഏതായാലും അങ്ങോട്ട് പോകാം. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ ഇവിടെ? നല്ല തിരക്കാണ്. ഇതിപ്പോൾ ഒത്തിരിയായിട്ട് ഓപ്പൺ ആയിട്ട് അതുകൊണ്ട് അവിടെ ഒരു ബസ്സിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പോവാം, അടുത്ത് പോയി കാണാം അല്ലേ? എ സി ആണ്, ഫുൾ എ സി. കയറുന്നവർക്കും കാണുന്നവർക്കൊന്നും ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. സൂപ്പറാണ്. ചോദിച്ചാൽ നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ഇവിടുത്തെ ഈ പരിസരങ്ങളൊക്കെ ആണെങ്കിലും നല്ല കളർഫുൾ, പച്ചപ്പ് നിറഞ്ഞൊരു നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമ വിളിച്ചു പോകുന്ന അതൊക്കെ വലിയ കൂട്ടങ്ങൾ, നല്ല പച്ചപ്പാണ്, നല്ല രസമാണ്. ദേവു കാറിനടുത്തൊക്കെ വന്നിരിപ്പുണ്ട്. പുറത്തുള്ളൊരു കാറ് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയി സെൽഫി എടുക്കണോ? ഫാമിലി സെൽഫി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അല്ലേ? നമുക്ക് അങ്ങോട്ടാ പോകണ്ടല്ലേ? ഇത് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ? ഇത്രയും ഇപ്പം പല വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് ടൂർ വരുന്നു വണ്ടി കൊണ്ട്. ഞാൻ ആദ്യമായിട്ട് കത്ത് കയറാം. ഞാനെന്താ വൈബ് അല്ലേ? കാണുമെന്നുള്ള ഉറപ്പിൽ തന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടില്ലേ ഒരു ടയറിൻ്റെ ചക്രങ്ങൾ, പഴയ കാളവണ്ടിയുടെ ചക്രമാണ്. അതെ 1986 ഡോഡ്ജ് എന്ന് പറയും. ഡോഡ്ജ് കാളവണ്ടിയുടെ ഒക്കെ ഒരു സെയിമാണിത്. ടയറുകൾ ഇരിപ്പുണ്ടല്ലേ? ഇതും കുതിരയും കാളയൊക്കെ വെച്ച് ചലിപ്പിക്കുന്ന സാധനം. ഇതുണ്ട്, ഇതെല്ലാം പണ്ടത്തെ വിൻറ്റേജ് കാറാണ് കേട്ടോ. അപ്പം ഓരോ കൊല്ലം കഴിയും തോറും കാറിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടോ. ഇതുണ്ടോ, ആദ്യമേ കാളവണ്ടി രൂപത്തിൽ തുടങ്ങി, അതുകൊണ്ടോ പിന്നെ പയ്യെ ഇതുണ്ടോ വണ്ടികളുടെ മോഡലിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കണ്ടോ. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ വിൻറ്റേജ്, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള മൃഗങ്ങളെയും ഈ കാള, കുതിര, അതുകൊണ്ടൊക്കെയുള്ള വലിച്ചുകൊണ്ട് നടന്ന കാണുക. ഇനിയാണ് നമ്മൾ കാണാനിരിക്കുന്ന സാധനങ്ങൾ. ഇതാ എൻ്റെ പൊന്നടാ പോലെ ഒരു രക്ഷയിലോട്ടോ. എന്നെ പെർഫെക്ഷൻ, എന്നെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തവരിട്ടിരിക്കുന്ന വണ്ടി അവിടെ ഉണ്ട്. MSC 394 ഏതാ ഉണ്ടോ? 1925 ഫിയാറ്റ് 501 അതാണ് വണ്ടി. ഇതൊക്കെ സത്യം നമ്മുടെ വണ്ടിപ്രാന്തന്മാരുടെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കുമല്ലേ ഇവർ? സാധനം രക്ഷയിലോട്ടോ. എന്നെ ഐറ്റം അല്ലേ? CTW 2000 1931. ഇത് 1931. ഇത് ഇറ്റലി വണ്ടി കേട്ടോ. ഇറ്റലി MER സോറി. ഞാനല്ലേ ഈ നടക്കുകയും ഇത് നോക്കുകയും എല്ലാം കൂടെ ചെയ്യണ്ടേ. അതിപ്പം ഇടയ്ക്കൊക്കെ ചെറിയ തെറ്റുകൾ പറ്റും. ഇത് ജർമ്മനിയുടെ വണ്ടിയാണ് കേട്ടോ. ജർമ്മനി 1929. ഇത് പ്രസിഡൻറ്റിൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. ജർമ്മനിയിലെ പ്രസിഡൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. ജർമ്മനി പ്രസിഡൻറ്റിൻ്റെ വണ്ടി. ഇതുണ്ടല്ലോ അടുത്ത വണ്ടി നമ്മൾ കണ്ടില്ലേ? MYW 1015 ജർമ്മനി മേഡ് ഇൻ ജർമ്മനി വണ്ടി. 1936 വണ്ടിയാണിത്. വണ്ടിപ്രാന്തന്മാർ ഇതെല്ലാം കാണണം കേട്ടോ. മസ്റ്റായിട്ട് വണ്ടിയെ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടെ വരണം കേട്ടോ. യു കെയിലെ വണ്ടി. യു കെ 1946 യു കെയിൽ ഉണ്ടാക്കിയ വണ്ടി. ഇതെല്ലാം യു കെ വണ്ടി കേട്ടോ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അതെ, 1947 യു കെയിൽ ഉണ്ടാക്കിയ വണ്ടി. ഓക്കെ. അമ്പോ ഇതൊരു രക്ഷയില്ല കേട്ടോ. എന്റെ മോനെ, അമേരിക്കയിലെ വെട്ടിക്കിട്ട സാധനം. CYL. എന്റെ മോനെ 1947 ബ്രിട്ടീഷുകാരെ നമ്മൾ പറപ്പിക്കുന്നതിന് മുമ്പുള്ള നമുക്കൊന്ന് പറയണം. ഇത് കാണേ. അമേരിക്കയിലിരിക്കുന്ന ട്രംപണ്ണനെ കണ്ടാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ സാധനം. നാട്ടിലെ സാധനം
ഇതും അമേരിക്കയിലെ അംബാസിഡർ നമ്മൾ പറയും ആ മോഡലൊരു സാധനം. അമേരിക്കയിലെ അംബാസിഡർ സാധനം കിലുക്കൻ സാധനമല്ലേ, കിലുക്കൻ സാധനം. അമ്പള ഇത് ഐറ്റം വേറെ കേട്ടോ, ഇത് ഐറ്റം വേറെ സാധനം കേട്ടോ. ഏതായാലും കാണാനുണ്ടല്ലേ ഇത്, ഇതിനകത്തുണ്ടല്ലേ സംഭവം. ഏടാ മോനെ ഇത് കണ്ടത് പഴയ രാജാരാജ്ഞിയൊക്കെ ചുവന്നുകൊണ്ട് പോകുന്ന സാധനമാണിത്. അമ്പട ബെട സാധനമാണ് കേട്ടോ, ബെട സാധനം. ഇത് കണ്ടോ സാധനമാണ് ഇത്. 1949 വണ്ടിയാണ്. ഇംഗ്ലണ്ടിലെ വണ്ടി, ഇംഗ്ലണ്ടിൽ പണി കഴിപ്പിച്ച വണ്ടിയാണ്, ഇംഗ്ലണ്ടുകാരുടെ സ്വന്തം. പൊളി വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഇതിന് ഫ്രണ്ട് കണ്ട്, ഈ ഫ്രണ്ട് ഗ്രില്ല് കണ്ട ഇതിൻ്റെ മോഡലാണ് BMW അല്ലേ. ചേട്ടാ നമുക്ക് അടുത്തടുത്ത് പോകണ്ടേ? എൻ്റെ പൊന്നെണ്ണ ഇത്ര നേരം കാറല്ല കണ്ടത്, ഇനി അതുക്കും മേലെ 2 വീലർ പരിപാടി. അമ്പള 2 വീലറിന് പുറകെ പോകാം. എല്ലാം പൊക്കപ്പുറത്താട്ടോ. താഴെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് ഓടിച്ചോണ്ട് പോയാലെന്ന് ചോദിച്ചിട്ട് അവർ മേളിൽ കയറ്റി വെച്ചിരിക്കും കേട്ടോ. പഴയ ജാവയുടെ കെയർ ഓഫ് ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഒന്നും പറയുന്നില്ല. ഓരോ വണ്ടിയുടെ വർഷവും ഇതും അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കാണിച്ചാൽ വർഷമോടെ കാണിച്ചു കൊടുക്കാൻ. കിടുക്കൻ വണ്ടികളാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ബജാജിന്റെ ബജാജിന്റെ അവിടെ കണ്ടോ രാജ്ദൂത്. ആ അത് സൂപ്പർ സാധനമല്ലേ, സൈക്കിൾ ടൈപ്പിൽ സാധനം. അത് കാണിച്ചു സൂം ചെയ്ത് കാണിച്ചു. രാജ് അത് 1962 അത് ചവിട്ടുന്ന കേട്ടോ, സൈക്കിൾ പോലെ ചവിട്ടുന്നത്. ഇവിടെ പെടലൊക്കെ ഉണ്ട്. ഇത് കിലുക്ക, ഇത് തന്നെ ഐറ്റം, ഇത് തന്നെ ഐറ്റം, ഇത് തന്നെ ജാവയോ, ഇത് തന്നെ ഐറ്റം. കിലുക്കൻ സാധനം കേട്ടോ, കിലുക്ക സാധനം, രക്ഷയില്ല. ഈ വണ്ടികളുടെ തന്നെ പേര് നമുക്ക് അറിയത്തില്ല കേട്ടോ, ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല, കാരണം നമുക്ക് അറിയത്തില്ല. ഹോണ്ട, പഴയ കവാസാക്കി. ഇത് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ്, നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പഴയ ചേതക്കൾ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണം പറഞ്ഞാൽ മതി. വീണ്ടും നമ്മൾ അടുത്ത ഒരു കാർ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമ്മൾ ഇനി അടുത്ത കാർ തുടങ്ങാൻ പോകുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്, തിരക്കായി വരികയാണ്. ഇനിയിപ്പോൾ വീണ്ടും കാറിൻ്റെ സെക്ഷനിലേക്ക്. അല്ലടാ മൊത്തം കാറാ അല്ല, മുഴുവൻ കാറിൻ്റെ സെക്ഷൻ ഉണ്ടോ. നമുക്ക് ഈ കാറുകളെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ ഇത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ ഇതുണ്ടോ, നമ്മുടെ 1952 ഇന്ത്യൻ മെയ്ഡ് ഹിന്ദുസ്ഥാൻ 40. ആ നമ്മുടെ ഹാൻഡിൽ ഗിയർ ഉള്ള അംബാസിഡർ ഇന്ത്യയുടെ ആണ്. ഇതും ഉണ്ട് അംബാസിഡർ. 1955 അംബാസിഡറാണ്. ഇതൊക്കെ അംബാസിഡറാണ് ഉണ്ടോ. ഇതെവിടെയാ? UK 1955 വണ്ടിയാണ് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ബീൻ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടി കണ്ടിട്ടില്ലേ? പെട്ടെന്ന് കണ്ട അല്ലേ, കറക്റ്റ് അതുപോലെ തന്നെ മിസ്റ്റർ ബീൻ എല്ലാവരും കാണാറുള്ള ഒരു വീഡിയോ. മിസ്റ്റർ ബീൻ ആ കണ്ടോ, അതേ സാധനം. ഫ്രാൻസിലെ റെനോൾട്ട് കണ്ടോ, ഏകദേശം മിസ്റ്റർ ബീൻ്റെ വണ്ടി പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതോ ഈ വണ്ടിയോ ഉറക്കെ പറ, കേൾക്കത്തില്ല. അമേരിക്ക 1955 വണ്ടി. ഷെവർലെ. ആ ഓ ശരി. ഇതെല്ലാം അമേരിക്കൻ വണ്ടികളാണ് കേട്ടോ. ഇതെല്ലാം അമേരിക്കൻ. ഇത് മൊത്തത്തിൽ ഉണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിപ്രാന്തന്മാരാണെങ്കിൽ ഇതിനകത്ത് കയറി നോക്കി നിന്നു അതുപോലത്തെ സെറ്റപ്പ്. ഓ ഐറ്റ സാധനം. എൻ്റെ പോനടാവ്, ഇത് കണ്ടടാവ്, നമ്മുടെ പഴയ ഓൾഡസ്റ്റ് സാധനം. 1917 വണ്ടിയാണ്. ഓമ്പടാ, അവന് പ്രത്യേക ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്തിട്ട്. ഇത് നമുക്ക് വായിക്കാൻ പറ്റാത്ത എന്തൊക്കെ പേര് എഴുതി വെച്ചിരിക്കുന്നു. സ്കോഡ പോപ്പുലർ 420 നമ്മുടെ 1937. എൻ്റെ പോന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പഴയ സാധനം നീളോ ഇത്.
ഇത് മറ്റേ മോഹൻലാലിൻ്റെ സിനിമയില്ലേ ഒരു ഒറ്റക്കയ്യ അവൻ്റെ ഭാര്യയെ കൊന്നേച്ച് പോകുമ്പം ആ പടം ഏതാ? ആ പടത്തിൽ ഈ കാറാ. ഒരുപാട് സിനിമകളിൽ ഈ വണ്ടിയുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് ഇത് അതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഏതാ? 1965 വണ്ടിയാണ് കേട്ടോ. 1965. അങ്ങനെ നമ്മുടെ കാറിൻ്റെ ഒരു സെക്ഷനും ബൈക്കിൻ്റെ സെക്ഷനും ഒക്കെ ഇവിടെ കൊണ്ട് തീരുകയാണ്. അതെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടി രജാവതി ഏതാ? അമേരിക്കയിലെ വണ്ടിയാണ്. 1947 വണ്ടിയാണിത്. ആരാ? സി വി രാമൻ ഗിഫ്റ്റ് കൊടുത്താണോ? ഓ, സി വി രാമൻ. അതാണ്ട് നമ്മുടെ ഈ കാറിൻ്റെ പുറയിലത്തെ പിക്ചർ നോക്കിയാൽ സി വി രാമൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗിഫ്റ്റ് നൽകിയ കാറാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ മ്യൂസിയത്തിലൂടെ ഞങ്ങൾ ഏതായാലും ഒത്തിരി എൻജോയ്മെൻറ്റ് ചെയ്തു, എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. നമ്മൾ ചെറുപ്പക്കാരാണ്ടായിരിക്കും ഈ കാറുകളും ബൈക്കുകളും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പം ഇതുണ്ടല്ലേ ഇത്രയും വലിയൊരു മല. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇപ്പോൾ എൻ്റെ പൊന്നു വെച്ചാൽ നമ്മളെല്ലാം ഇതിനും വേണ്ടി നിലത്തോട് നടക്കുമ്പോൾ ഒരുത്തം നേരം മേളിക്കേറ്റിരിക്കുന്നു. ആകാശത്തിരിക്കുന്നു. എൻ്റെ അപ്പോ എന്നടാവ് അവൻ പ്ലെയിൻ ഓടിക്കുവാണത്. ആണോ? അതൊരു വണ്ടിയാ കേട്ടോ. അതും ഒരു വണ്ടിയാ. ഇതല്ല നമ്മളെ മറ്റേ പടത്തിൻ്റെ അകത്ത് എയർപ്ലെയിൻ പറത്തണം ആഗ്രഹം. ശ്രീനിവാസന്റെ മോൻ. ഓ ശരി ശരി. അപ്പോൾ ഇതൊരു വണ്ടിയാ കേട്ടോ. അതാണ് അവരത് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. അതിനകത്ത് ഏറ്റവും നല്ല അട്രാക്ഷൻ അത് പൊങ്ങി നിൽക്കുക സാധനം. നോക്കി കൊള്ളാം. അല്ല ഞാൻ ഇനി അങ്ങോട്ടോ അടുത്ത സെക്ഷനിലേക്കോ താഴെ കുറച്ച് വണ്ടികളുണ്ടോ അതൊക്കെ എന്നാ നമുക്ക് നോക്കാം. ഇത് നല്ല ഭംഗിയുള്ള ഇതാണ്. ഇത് കണ്ടോ നമ്മള് വീഡിയോ എടുക്കുന്ന പോരാതിന് പൊന്നിക്കുള്ളി കണ്ടോ ഓടി കിടന്ന് വീഡിയോ എടുക്കുക. നോക്കിയേ, ഓടി കിടന്ന് വീഡിയോ എടുക്കുന്ന പൊന്നിക്കുളെ കണ്ടോ. ഇതുണ്ടോ പൊന്നിക്കിളി ഓടിപ്പോയി വേണ്ടേ. എല്ലാ വണ്ടിയുടെയും കാറിൻ്റെ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നേ. പൊന്നിക്കിളി എന്നാ ചെയ്യുന്നേ? വീഡിയോ എടുക്കുവാണോ? ആഹാ, ഇതെന്നതിനാ വീഡിയോ എടുക്കുന്നേ? ജപ്പാനുണ്ടാക്കിയ 1983 വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ നമ്മൾ തീരത്തില്ല. ഇത് തീരത്തില്ല. നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പൊ നമുക്ക് ഓരോ കാറുകൾ കണ്ടു പോകാം കേട്ടോ. ഇത് ഇറ്റലിയുടെ വണ്ടി. ഇത് ഇറ്റലിയാണ്. അതല്ല ഇറ്റലിയുടെ വണ്ടിയാ. ഓ നമ്മുടെ സാധനം 1994 വണ്ടിയാണ് കേട്ടോ. ഇറ്റലി. ഇറ്റലിയാ. ടാക്സിക്കാരുടെ സാധനം. ഞങ്ങളുടെ ടാക്സി തുടങ്ങിയ സാധനം ഇത്തരാ. ഈ സാധനം ഫിയറ്റ് എന്ന് പറയും. ടാക്സി വണ്ടികൾ ആദ്യം തുടങ്ങിയ ഇത്തരാ. അപ്പൊ നമുക്കിപ്പം സമയമില്ലാത്ത നമുക്ക് ഓടി കണ്ടുകൊണ്ടോ. അങ്ങനെ നമ്മൾ വരും കാലത്തിലേക്ക് വരുവാണ്. ബെൻസ് വണ്ടി 83 2008 ബെൻസ് വരെ ആയി നമ്മളിപ്പോൾ. BMW 93 BMW ജർമ്മനിയില്. ഇത് കണ്ടില്ല കേട്ടോ നമ്മുടെ പോട്ടെ. 1946 USA വണ്ടിയാണ് കേട്ടോ. USA വണ്ടി അപ്പുറത്തായിട്ട് കിടപ്പം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് സമയമില്ല. നമുക്ക് നേരെ അങ്ങ് പോകാം. ജപ്പാൻ. ഇതൊക്കെ പുതിയ മോഡൽ വണ്ടി. ജാഗ്വാർ യുണൈറ്റഡ് കിങ്ഡം. ജാഗ്വാർ 2005. അമ്പടാ. അതെ 1989. അപ്പൊ ഇതിങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. ഇതിനകത്ത് ഒരുപാട് കാറുകൾ കിടക്കുക. നമ്മൾ ഇന്നത്തെ ദിവസം ഇത് മൊത്തം നിന്ന് കണ്ടാലും ഇതാതില്ല. നോക്കിയേ, ഒരുപാട് കാറുകളുണ്ട് കേട്ടോ. ഒരുപാട് കാറുകളും നമ്മുടെ പൊന്നിക്കളി അതിൻ്റെ അകത്തുകൂടെ എല്ലാം ഓടിയും പിടിച്ച് നടക്കുന്നുണ്ട്.
ബെൻസ് കണ്ടോ? ഇല്ല. 1926 ജർമ്മനി ഉണ്ടാക്കിയ ബെൻസ് ആണ്. ബെൻസ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ വേണ്ടേ കണ്ട് മടുത്ത്. എന്നാ വെച്ചാടാ കണ്ട് മടുത്തോ? എന്റെ പൊന്നടാ മടുത്തിട്ടല്ല, സാധനം കണ്ടത്. ഇതെന്നാ ഐറ്റോ കാണാൻ, ഇതെന്നാ ഐറ്റം ഇത് നോക്കി. പണ്ട് പട്ടാളക്കാരുടെ വണ്ടി ആയിരുന്നു നോക്കി, മിലിറ്ററി വണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ ഈ സാധനം. നമ്മൾ ഇന്ന് കയറിയതിൽ നമ്മൾ മൃഗങ്ങളെ കണ്ട റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഇതിന് വണ്ടിയാണ്. അതിന് കലക്കം വണ്ടിയത്. വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോ വണ്ടി? 1981 വണ്ടിയാ. അടുത്ത ചേട്ടാ വണ്ടി ഇന്ത്യൻ മിലിറ്ററിയുടെ വണ്ടിയാണ്. അത് റഷ്യയല്ലേ? ഇത് ഷെവർലെറ്റ്. അമ്പട ഇതെന്നാ ഐറ്റോ ഇത്? നല്ല രസമുണ്ട്. 1967 ഓസ്ട്രിയയുടെ വണ്ടിയാണ്. അമ്പട തീക്കണ സാധനം. കില്ലിക്കുന്ന സാധനം കേട്ടോ ഇത്. ഇതിനെ പറ്റി എന്നാ വിഷയം പറയാമോ? അറിയത്തില്ല, നോക്കിട്ട് പറയാം. ഇന്ത്യൻ ആർമിയാണ് ഉപയോഗിച്ചത്. ജർമ്മനി ഉണ്ടാക്കിയ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ ആർമിയാണ്. 2001 വണ്ടി കേട്ടോ ഇത്. ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന ജർമ്മനി ഉണ്ടാക്കിയ വണ്ടി. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പണിതെടുക്കുന്ന വണ്ടിയല്ലേ ഇത്? ഫുള്ള് ഇരുമ്പാ. ഇരുമ്പാ ദിവസം. ഇതാ സാധനം. ഇത് കിലുക്കം വണ്ടി കേട്ടോ. ഇത് പണ്ടത്തെ പിക്കപ്പ് ആണോ ഇത്? 1958 അമേരിക്കയുടെ വണ്ടി. നമ്മൾ എന്നൊക്കെ കണ്ടാലും ഇതൊക്കെ കാണുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. നമ്മുടെ ഇലക്കം വണ്ടികൾ ഇവിടെ കിടക്കും കേട്ടോ. 1948 അമേരിക്കയിൽ ഉണ്ടാക്കിയ വണ്ടി ഇത് കണ്ടില്ലേ? നമ്മുടെ മല്ലു സിംഗ് ഇല്ലേ, പഞ്ചാബ് സൈഡിലേക്ക് സിനിമയൊക്കെ ആ ഒരു മോഡലാ. ശരിയാ കേട്ടോ. ഇത് ഇന്ത്യയിലെ വണ്ടി കേട്ടോ. ടാറ്റയിലെ വണ്ടിയാ. എന്തോ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ വണ്ടിയൊക്കെ ഇപ്പോഴും ഇതൊക്കെ സ്റ്റാർട്ട് ആക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പോഴും മെയിൻ്റെനൻസിലൊക്കെ പക്കയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഒത്ത ഉദാഹരണമാണ് ഇവരുടെ ഓയിൽ ലീക്ക് ചെയ്യുന്നതുകൊണ്ടോ താഴെ പാത്രം വെച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ ഓയിൽ ലീക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും ഈ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇടുന്നതാണ്. അടുത്ത വീണ്ടും ഇത് കാർ സെക്ഷൻ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരുന്തോറും കാർ സെക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? പല കാറുകളാണ് കിടക്കുന്നത് നോക്കിയേ ചേട്ടാ. ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മളിനി എങ്ങോട്ടാ പോകുന്നേ? പഴയ സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നതാണ് വണ്ടികളുടെ, കാറുകളുടെ സ്റ്റിയറിംഗ് വീലുകളാണ്. പക്ഷെ അതിലൊന്നും മുഖ്യം അതല്ല. നമ്മൾ ഇത്രയും കണ്ടതിനകത്ത് നമ്മുടെ കേരളത്തിൽ അംബാസഡർ കാറ് കണ്ടുപോകുന്നു ഇല്ല. നമ്മുടെ നിരത്തുകൾ കീഴടക്കിയ ആദ്യത്തെ. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ 2000 മോഡൽ അംബാസഡർ കാറിനടുത്ത് വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് വേറെ സാധനം കിടപ്പുണ്ട് കേട്ടോ. അത് പഴയ ഓട്ടോയാണ്. ഇതുണ്ടോ പഴയ ഓട്ടോയാണ് ഇത്. ഓട്ടോ കണ്ടോ? ഇഞ്ചനെല്ലാം അഴിച്ചെല്ലാം പീസാക്കിയിട്ടിരിക്കുന്നത്. അംബാസഡറിന്റെ ഓരോരോ പാർട്സുകളും മാറ്റി അഴിച്ചിട്ടിരിക്കുകയാണ്. എല്ലാം ഡീസൽ ടാങ്ക്. ഈടേം രേഷ്മയൊക്കെ നടന്ന് വലഞ്ഞു കേട്ടോ ഇതിനകത്തൂടെ കണ്ടില്ലേ? ഇനി നമ്മുടെ JCB അങ്ങനെ നമ്മുടെ തീരുവാ. നമ്മളിവിടെ കാർ സെക്ഷനും ഈ വണ്ടി പ്രസ്ഥാനങ്ങൾ എല്ലാം തീർക്കും അവിടെ കൊണ്ട് കേട്ടോ. നമ്മൾ എക്സിറ്റ് ആവുകയാണ്. അവസാനത്തെ ഐറ്റംസ് ആണ് കിടക്കുന്നത്. നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വേറൊരു സാധനം. 2008 വണ്ടി കേട്ടോ. ഇന്ത്യയിലെ വണ്ടി കേട്ടോ ഇത്. 2008 വണ്ടി. അതുപോലെ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം എന്താണെന്ന് അറിയോ? 2008 ഇലക്ട്രിക് വണ്ടിയാണ്. 2008 ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ അടുത്ത നമ്മുടെ പഴയ JCB. ഗുജറാത്തിലെ വണ്ടി കേട്ടോ ഇത്. ഗുജറാത്തിലെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കാറിൻ്റെ വിശേഷം അല്ലേ? പിന്നെ അവിടെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലുള്ള കാറുകൾ കുറച്ചുണ്ട്.
അത് ഒറ്റയടിക്ക് കാണിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കാറുകളെല്ലാം കുറേ കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ മാരുതി 800 ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഒറ്റയടിക്കും കാണിച്ച് പോരുകയാണ്. നമ്മൾ സമയം നമുക്ക് ഒരുപാടായി. അപ്പോൾ എന്നാ മാരുതി 800. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയല്ലേ? വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും.